മദ്രസ ഉസ്താദിൻ്റെ ജീവിതം തകർത്തൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ലൈഫിൽ അള്ളാഹു കൊടുത്ത ശിക്ഷ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, കർമ്മ എന്ന് പറയാം. കാരണം ഒരു 19 വയസ്സുള്ള ഒരു പാവം മദ്രസയിലെ ഉസ്താദ് നല്ലൊരു കാലം മദ്രസ കുട്ടികൾ അതിൽ സന്തോഷം കണ്ട് ആ ഒരു സന്തോഷത്തിൽ മക്കളെ കെട്ടിച്ചയച്ച്, പക്ഷെ ആ മനുഷ്യൻ്റെ ലൈഫ് തകർത്തത് ഒരു മാജിദ എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റൂല. കാരണം ഈ മനുഷ്യൻ 7ാം ക്ലാസ്സിൽ മദ്രസയിലെ ഉസ്താദാണ്. ആ സമയത്താണ് മാജിദ എന്ന് പേരുള്ള ആ പെൺകുട്ടി, ആ ക്ലാസ്സിലൊരു പെൺകുട്ടിയാണ്. ഈ ഉസ്താദിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഉസ്താദിന് സ്നേഹം കൊണ്ടാണ് ഉസ്താദ് ചിലപ്പോൾ നല്ല അടി അടിക്കും. പ്രത്യേകിച്ച് ഈ ഖുർആനൊക്കെ ഓതുന്ന സമയത്ത് തെറ്റു വന്നാൽ നല്ല അടി അടിക്കും. പിന്നെ നല്ല സ്നേഹമുള്ള കുട്ടിയിലാണെങ്കിൽ ഇയാൾ അടക്കൊന്നിങ്ങനെ ഈ ഭാഗത്ത് ഒരു പിച്ചലുണ്ട്. ഇതാണ് ഇയാളേക്കുള്ളൊരു പിഴവ്. ഇയാൾ കാലങ്ങളായിട്ട് ഇങ്ങനെ ഉസ്താദിൻ്റെ പിച്ച് കിട്ടാത്തവരാരും ആ നാട്ടിലില്ല. കാരണം കാലങ്ങളായിട്ട് പല പല മദ്രസകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്നൊരു മദ്രസയിൽ കുറെ കാലമായിട്ട് ദീർഘമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഉമ്മമാരൊക്കെ പറയാം, ഉസ്താദിൽ നിന്ന് പിച്ച് കിട്ടിയ കാരണം ഞങ്ങളൊക്കെ ഖുർആൻ നല്ലപോലെ ഓതാൻ പഠിച്ചു എന്നവർ അഭിമാനത്തോടെ പറയലുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്താണ് നന്നായിട്ട് ഓതാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണ് പലപ്പോഴും ഉസ്താദുമാരെ അടിക്കുന്ന രീതിയോടൊന്നും പേഴ്സണലി ഞാൻ യോജിക്കുന്ന ഒരാളല്ല. പക്ഷെ അന്നൊരു ദിവസം ഈ നന്നായിട്ട് ഈ ഉസ്താദ് ഒന്ന് പിച്ചിയപ്പോൾ മാജിദയുടെ ഭാഗത്ത് ഒരു ചെറിയ വടു വന്നു, ഒരു ചുവന്ന അടയാളം വന്നു. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഇവൾക്കറിയാം ഉസ്താദുമാരടിച്ചൊരു ഭാഗം സ്വർഗത്തിലാണ്, തനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് വീട്ടിൽ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഈ ചുവന്ന അടയാളം കണ്ടു. ഉമ്മയോട് ഇവൾ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഉപ്പ അറിഞ്ഞപ്പോൾ കാലിളകി പാർട്ടിക്കാരോട് പറഞ്ഞു. ഇതൊരു പോക്സോ കേസായിട്ട് മാറി. ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു കാരണവശാലും ബോഡി ടച്ച് പാടില്ല. പക്ഷേ ഈ ഉസ്താദ് തുടർന്ന് വന്നിരുന്ന ഒരു ശീലങ്ങളാവും. അങ്ങനെ ലൈംഗികമായ ഒരു അതിക്രമണം എന്നല്ല ഉസ്താദ് ചെയ്തത്. അങ്ങനെ ഈ വിഷയം ഇതൊരു പൊന്തി വന്നു, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ ഈ കുട്ടിക്ക് ഉസ്താദിനോട് പല രീതിയിലും വിയോജിപ്പുകളും നീരസങ്ങളൊക്കെ ഉണ്ട്. കാരണം ചില കല്യാണങ്ങളിലൊക്കെ ഈ കുട്ടി വളരെ മോഡലായിട്ട് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. ആ ഒരു മദ്രസയിലേക്ക് വരുന്ന പർദ്ദയിട്ട് വരുന്ന ഒരു കുട്ടി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് ഈ കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉസ്താദ് നേരിട്ട് തന്നെ പറയും, മോളെ ഈ വേഷങ്ങളൊക്കെ വെച്ചിട്ട് നടക്കല്ലേ, നീ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, കുറച്ചൊക്കെ ഒരു അച്ചടക്കത്തിൽ വേണ്ടേന്ന് ഇയാളിങ്ങനെ ഈ ശാസിക്കുന്നതൊന്നും ഈ സ്നേഹത്തിൻ്റെ ഉപദേശങ്ങളൊന്നും ഈ പെൺകുട്ടി തന്നോട് എന്തോ ഒരു വിരോധത്തിലാണ് ഈ പറയുന്നത്. തനിക്ക് ശരി ഭംഗിയുള്ളതുകൊണ്ട് ഉസ്താദ് ഇന്നോടൊരു നോട്ടമുണ്ട്, ഈ രീതിയിലൊക്കെയാണ് ഈ പെൺകുട്ടി മനസ്സിലാക്കിയത്. പാവം ആ പെൺകുട്ടിക്ക് പക്വതയില്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഈ പിതാവും ചില ആളുകളും കൂടി ചേർന്ന് പാർട്ടിക്കാരും കൂടി ചേർന്നിട്ട് ഇതൊരു വലിയ വിഷയമായി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഇന്ന മാത്രമല്ല മറ്റു കുട്ടികളെയും ഒക്കെ ഇങ്ങനെ പിച്ചാറുണ്ട്, ബോഡി ടച്ച് ചെയ്യാറുണ്ട്, ഇതൊരു വലിയ പോക്സോ കേസായി. ഉസ്താദ് 82 ദിവസമാണ് ഉസ്താദ് ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്നതോടെ ഉസ്താദിൻ്റെ ജീവിതം അങ്ങോട്ട് പോയി. മകള് കെട്ടിച്ചയച്ചോർത്തുന്ന ആ മരുമകൻ പറഞ്ഞു, ഇങ്ങനെയൊരു പോക്സോ കേസിൽ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുടെ മോള് എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വേണ്ട, മകളയാൾ വീട്ടിലേക്ക് തമ്മി പിണങ്ങിയിട്ട് പറഞ്ഞയച്ചു. ആ ഭാര്യ, ഉസ്താദിൻ്റെ ഭാര്യ, ഒരു നിലക്കും ഒരു മനുഷ്യൻ്റെ മുൻപിലും തല താഴ്ത്തേണ്ടി വന്നിട്ടില്ലാത്ത ആ ഉസ്താദ് അന്ന് മാലോകരുടെ മുന്നിൽ ജമാഅത്തിന് പോലും പള്ളിയിലേക്ക് പോകാതായി. വെള്ളിയാഴ്ചകൾ മാത്രമാണ് ആ മനുഷ്യൻ പള്ളിയിലേക്ക് പോയിരുന്നത്. ഒരു സുബഹിയുടെ ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്ത ഒരു മനുഷ്യനാണ്. ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ പറ്റാതായി. കമ്മിറ്റിക്കാർ കൈയൊഴിഞ്ഞു. ഒരു ഉസ്താദാണോ ആരും വരില്ല, അവർക്ക് വേണ്ടി പണക്കാരില്ല, അവർക്ക് വേണ്ടി രാഷ്ട്രീയക്കാരില്ല, പോലീസിൻ്റെ സ്വാധീനമില്ല. FIR ഒക്കെ കൃത്യമായിട്ട് എഴുതി. ഈ മനുഷ്യൻ്റെ ജീവിതം തകർന്നു. 82 ദിവസം ജയിലിൽ കിടന്നിറങ്ങിയതിന് ശേഷം ഉസ്താദ് എല്ലാവരോടും സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആ മഹല്ലിലെ ചില യുവാക്കൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ നബിദിനത്തിനൊക്കെ പ്രായമായ ഉസ്താദാണെങ്കിലും നബിദിനത്തിന് യുവാക്കളുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ടി ഒപ്പം സംസാരിക്കുന്ന ഒരാളാണ്. അതായത് നിസ്കരിക്കാനും നോമ്പ് വെക്കാനൊന്നും വലിയ പള്ളിയിലൊന്നും വരാത്ത, നബിദിനത്തിന് വലിയ സമ്മാനത്തിൻ്റെ ആൾ, സ്റ്റേജ് കെട്ടാൻ ആൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലർക്ക് ഒരു കണ്ണുകടിയാണ്, നിങ്ങൾ പള്ളിയിൽ വരാത്തവരൊന്നും സ്റ്റേജ് കെട്ടാൻ. അപ്പോഴാണ് മൂപ്പര് കൂടെ നിൽക്കും. അതല്ല, നമ്മുടെ ചെക്കന്മാരാണ്, ഓരുണ്ടെങ്കിലേ സമ്മാനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അവരും വരട്ടെ, നിസ്കാരമൊക്കെ റെഡിയായിക്കോളും, നിങ്ങളിങ്ങനെ അവഗണിച്ച് ഇങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ച് യുവാക്കളൊക്കെ ഉസ്താദിൻ്റെ കൂടെ നിന്നിരുന്നു. അവർ വന്ന് കണ്ടു, സംസാരിച്ചു. ഇതിൽ നമുക്ക് ഈ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ ഇത് പോലീസ് കേസായാലും ഇതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റൂല. പോക്സോ കേസ് അങ്ങനെയാണ്. ഞാൻ പരാതിയിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറഞ്ഞാലും കേസ് നിൽക്കൂല. അതൊക്കെ പ്രോസിക്യൂഷൻ എൻ്റെ വഴിക്കങ്ങോട്ട് പോകും. ഒടുവിൽ ആ മനുഷ്യർക്ക് പല സ്ഥലങ്ങളിലും കുടുംബം നോക്കണ്ടേ, ഒരു ജോലി കിട്ടണ്ടേ.
പല അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പത്രത്തിൽ ഈ ഫോട്ടോ ഒക്കെ വന്നുള്ള ഒരു ഉസ്താദിനെ ജോലിക്ക് എടുക്കും. ഏത് കമ്മിറ്റിയിൽ ഒരുത്തനെങ്കിലും പറയും ആ മൊയ്ലിയെ നമുക്ക് വേണ്ട, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ജോലി കിട്ടൂല. അങ്ങനെ മൂപ്പർക്ക് കുറച്ച് അകലെയുള്ളൊരു നാട്ടിലാണ്. മൂപ്പർ എപ്പോൾ ജോലി എടുക്കുകയാണെങ്കിലും ദിവസം വീട്ടിലേക്ക് വരാവുന്ന സ്ഥലങ്ങളിലുള്ള മദ്രസകളും ഒരു ജോലി എടുത്തിട്ടുള്ളൂ. അങ്ങനെ ദൂര സ്ഥലത്ത് അവിടെ ഒരു ചെറിയൊരു നിസ്കാരപ്പള്ളിയും ഇതൊക്കെ ആയിട്ട് അവിടെ കൂടി അങ്ങനെ യുവാക്കളൊക്കെ ഇറങ്ങിയിട്ട് വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഇത് ഒത്തുതീർപ്പാക്കണം, എന്താ ഞങ്ങൾ കേസ് സൈലൻ്റ് ആവുക, അതേ ഇനി പറ്റുള്ളൂ. അതായത് കേസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഇല്ല എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ മൂപ്പരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല. പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ള വിട്ടുവീഴ്ചക്ക് തയ്യാറാവരുത്. ഇതൊന്നും അങ്ങനെ ഈ മനുഷ്യനിക്ക് ഒരു 7 ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് കൊടുത്താൽ കേസ് ഒഴിയാം എന്ന രീതിയിലേക്കായി സംസാരം. 7 ലക്ഷം ഈ മനുഷ്യനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ഇതൊരു മദ്രസാധ്യാപകനാണ്. അങ്ങനെ എന്ത് ചെയ്യും? കുറച്ച് പറമ്പ് രണ്ടാമത്തെ പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്നതാ. ആ സ്ഥലം ഇയാൾ വിറ്റ് അതിൽ നിന്ന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഒരു 7 ലക്ഷം രൂപ സംഘടിപ്പിച്ചിട്ട് ആ മനുഷ്യൻ്റെ ഹൃദയം തകർന്നിട്ടാണ് ആ കാശ് കൊടുത്തത്. ആ കാശ് കൊടുത്തു. അതോടുകൂടിയിട്ട് ആ കേസിൽ നിന്ന് സൈലൻ്റ് ആവുക എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി മദ്രസയിൽ ആ ഒരു 7ാം ക്ലാസ് പൊതുപരീക്ഷയോട് കൂടിയിട്ട് ആ പെൺകുട്ടി അവിടുത്തെ മദ്രസ പഠനമൊക്കെ മറ്റേത് പെൺകുട്ടികളെയും പോലെ അവസാനിപ്പിച്ചു. ആ പെൺകുട്ടി അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ട് നഴ്സിങ്ങിനാണ് ആ പെൺകുട്ടി ചേർന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വാപ്പ കരുതി 7 ലക്ഷം രൂപ കിട്ടി, സമാധാനായില്ലേ? ഈ 7 ലക്ഷം രൂപ തൻ്റെ മകളെ വെച്ചൊരു മനുഷ്യൻ്റെ കുടുംബം തകർത്തിട്ടുണ്ടാക്കിയ സമ്പത്താണ് എന്നുള്ളത് ആ മനുഷ്യൻ മറന്നുപോയി. കണ്ണുനീര് കൊണ്ട് കൊടുത്തൊരു ക്യാഷാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വാപ്പ കരുതിയത് ഇതിൻ്റെ മോളൊരു പഠനത്തിൽ നിൽക്കട്ടെ, അവളിനി ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഒരു കാശിൻ്റെ ബുദ്ധിമുട്ട് വേണ്ട, അയാൾ ബാങ്കിൽ ആ പണം ഡെപ്പോസിറ്റ് ചെയ്തു. മകൾ അയാൾക്ക് അത് മാത്രമേ വേണ്ടുള്ളൂ. അന്നും ആ ഉമ്മ ഉപ്പാക്കെതിരെ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, ഒരു മനുഷ്യൻ്റെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നമ്മൾ പണം വാങ്ങണമെങ്കിൽ ഇവിടെ ഉമ്മാടെ വോയിസിന് എവിടെ സ്പേസ് ഉള്ളത്? വീട്ടിലെപ്പോഴും ആണുങ്ങളോട് പറയും, മുണ്ടാതൊക്കെ ഇടിച്ച് ആണുങ്ങൾ സംസാരിക്കുന്നത് ഈ ആരാം മിണ്ടാൻ, ഇങ്ങനെ പെണ്ണുങ്ങൾ പറയുന്ന പെണ്ണിൻ്റെ വാക്ക് ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറയുമ്പോൾ പലപ്പോഴും പല നന്മകളുള്ള വാക്കുകളും കാരുണ്യത്തിൻ്റെ വാക്കുകളും പറയുന്നത് വീട്ടിലെ അടക്കി ഒതുക്കപ്പെട്ട സ്ത്രീകളായിരിക്കും. ആ ഉമ്മയുടെ വാക്കിനൊരു വിലയും ഉണ്ടായില്ല. ആ പെൺകുട്ടി ഇന്ന് പഠിക്കുന്നത് ഇങ്ങനെ കിട്ടിയ തുക ഉപയോഗിച്ചിട്ടാണ്. അത് ഉപയോഗിച്ചിട്ട് ഈ കുട്ടി പഠിക്കുന്നിടത്തുനിന്ന് അവിടെ ഹോസ്റ്റലിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ. ആ ഹോസ്റ്റലിൽ എന്നും പ്രശ്നങ്ങളാണ്. സഹിക്കാൻ കഴിയാതെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഈ പെൺകുട്ടി ഈ ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്നും ചാടി സ്വയം ജീവനൊടുക്കി. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു സംഭവം, ഞാൻ ആളുകളുടെ പേരും മറ്റും ഞാൻ ബോധപൂർവം പറയാഞ്ഞിട്ടാണ്. ഒരാൾക്കെങ്കിലും ഇത്ര നടപടിക്ക് ശ്രമിക്കും. ഒന്ന് ചിന്തിക്കുക, ജെനുവിനാണോ തനിക്കുള്ള പരാതി? ഒരു മനുഷ്യൻ്റെ കുടുംബം ജെനുവിൻ അല്ലെങ്കിൽ ഞാൻ തകർക്കണോ? ആരുടെയോ വാശിക്ക് ഞാൻ പാത്രയാവണോ എന്നുള്ളത്. ആ പെൺകുട്ടി ഇങ്ങനെ അപമൃത്യു മരിക്കേണ്ടി വന്നു. ആ പിതാവിന് മകളെ കൊണ്ട് ഉപകാരം ഉണ്ടായോ? ആ ബാങ്കിലുള്ള കാശ് കൊണ്ട് ആ മനുഷ്യർക്ക് എന്ത് സമ്പാദ്യങ്ങൾ എന്നിട്ട് ഈ മകളെ കൊണ്ടിട്ട് ഇല്ലാത്തതുണ്ടാക്കി ഒരു മനുഷ്യൻ്റെ കുടുംബം തകർത്ത് ഒരു മനുഷ്യൻ്റെ സന്തോഷങ്ങളും ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യങ്ങളും ഇല്ലാതാക്കിയിട്ട് കുറേ കാശും പണം ഉണ്ടായിട്ട് ഇന്ന് ആ മനുഷ്യൻക്ക് ആ മകൾക്ക് വേണ്ടത് ഉപകരിക്കാൻ കഴിഞ്ഞോ എന്ന ഉമ്മയുടെ ഹൃദയത്തിലുള്ള ചോദ്യം. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. എല്ലാ ഉസ്താദുമാരും ഒന്നൊരു തെറ്റും ചെയ്യാത്ത മാസൂമികളാണെന്നൊന്നും ഞാൻ പറഞ്ഞു വരുന്നില്ല. അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി വന്നു. വളാഞ്ചേരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദിനെതിരെ 2021 ഒരു വീട്ടിൽ വന്നിട്ട് അവിടെ ചികിത്സ നടത്തിയത്, മന്ത്രവാദ ചികിത്സ നടത്തിയത് ഒരു ഉസ്താദാണ്. 54 വർഷത്തെ കഠിന തടവാണ് ഈ ഉസ്താദിനെ വിധിച്ചത്. അതേപോലെ 2.25 ലക്ഷം രൂപയും പിഴ. എന്താ അയാൾ ചെയ്തത്? വീട്ടിൽ ഉമ്മാനെ ചികിത്സിക്കാൻ വരും, അതിൻ്റെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാവാത്ത ചെറിയ പെൺകുട്ടിയെ 3 തവണ ലൈംഗികമായി പീഡിപ്പിച്ചു. ഈ പെൺകുട്ടി പേടിച്ചു പറഞ്ഞില്ല. സഹിക്കാൻ കഴിയാതെ സഹോദരിയോട് പറഞ്ഞപ്പോഴാണ് ഉമ്മാനെ ചികിത്സിക്കാൻ വരുന്ന ഉസ്താദ് ഈ മകളെ കൗൺസിലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് റൂമിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഈ കാര്യം സാധിപ്പിച്ചത്. ഒടുവിൽ അത് കേസായി. കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലെ പോക്സോ കോടതി 54 വർഷത്തെ കഠിന തടവ് വിധിച്ചു. അപ്പോൾ ജെനുവിനാണെങ്കിൽ ശിക്ഷ വരട്ടെ. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യം പിടിച്ച് അടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളൊരു ലൈംഗികാതിക്രമണ പരാതി കൊടുക്കുമ്പോൾ തകർന്നു പോകുന്നൊരു മനുഷ്യൻ്റെ, സാധാരണ മനുഷ്യൻ്റെ കുടുംബമുണ്ടാകും. ഇതിനെ പടച്ചോൻ്റെ ശിക്ഷയാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പടച്ചോൻ ദുനിയാവിൽ നിന്ന് ഒരാളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ആ ദ്രോഹത്തിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അറിയേണ്ടി വരും. നിസ്സഹായരായ ചില മനുഷ്യരുണ്ട്, ദുർബലരായ ചില ആളുകൾ. പീഡിതൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണമെന്ന് ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട്.
ആ ദുനിയാവിലും ആ പെൺകുട്ടിക്ക് ഉപകാരം ഉണ്ടായില്ല, ആഖിറത്തിലും ഇതുപോലെ ഒരു മരണമായതുകൊണ്ട് ഉപകാരപ്പെട്ടില്ല. ആ പിതാവെന്ന് കണ്ണീരോടുകൂടി തൻ്റെ തീരുമാനം തെറ്റായിപ്പോയല്ലോ എന്നോർത്ത് ഖേദിക്കുകയാണ്. ഇതൊരു വലിയൊരു പാഠമാണ്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഉസ്താദുമാർ, നിങ്ങൾ ഉസ്താദുമാർ എന്തും പറഞ്ഞോളൂ, അവർ സംഘടിതരല്ല. ഒരുപാട് സത്യങ്ങൾ അവരനാവശ്യമായി പീഡിപ്പിച്ചാൽ മുകളിലൊരാളുണ്ട്, പടച്ച റബ്ബ്, അത് കാണാതിരിക്കില്ല എന്ന് ഉറപ്പാണ്. ആവശ്യത്തിനാണെങ്കിൽ, ശിക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ ശിക്ഷിച്ചത് പറയണം. ജനുവിനാണെങ്കിൽ അവർക്കെതിരെ പോരാടണം. ഇല്ലാത്ത വേട്ടയാടൽ അതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ മാജിദ